വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്നു കായലിൽ തള്ളിയ കേസിൽ രണ്ടാം പ്രതിയുടെ ശിക്ഷാവിധി ഇന്ന്. ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഒന്നാം പ്രതി മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രജീഷിന് കോടതിയിൽ തിങ്കളാഴ്ച വധശിക്ഷ വിധിച്ചിരുന്നു. രണ്ടാം പ്രതിയായ രജനി കുറ്റക്കാരിയാണെന്നും കോടതി കണ്ടെത്തിയിരുന്നുവെങ്കിലും മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിലായതിനാൽ ശിക്ഷ വിധിച്ചിരുന്നില്ല. ഒന്നാം പ്രതിക്ക് ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും രണ്ടാം പ്രതിക്കും ചുമത്തിയിട്ടുണ്ട്. രജനിക്കും ശിക്ഷാവിധി നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. വിവാഹിതനായ പ്രജീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിന് പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത് വിജയിച്ചില്ല. ഇതോടെയായിരുന്നു രജനിയെ കൂട്ടുപിടിച്ചുള്ള കൊലപാതകം നടത്തിയത്. പുന്നപ്ര സ്വദേശിയായ അനിത 2021 ജൂലൈ 9 കൊല്ലപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം അനിതയുടെ മൃതദേഹം പുകൈത 6 നിന്നും കണ്ടെത്തുകയായിരുന്നു. കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്നു കായലിൽ തള്ളിയ കേസിലാണ് ശിക്ഷാവിധി വരാൻ പോകുന്നത്. ആലപ്പുഴയിലാണ് നടന്നത്. ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ പ്രധാന പ്രതിയായ ഈ അനിതയുടെ ഭർത്താവിന് ചുമത്തിയ അതേ വകുപ്പുകൾ അതേ കുറ്റങ്ങൾ തന്നെ എന്തായാലും രണ്ടാം പ്രതിയായ രജനിക്കും ചുമത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നാം പ്രതിക്ക് ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും ഈ രണ്ടാം പ്രതിക്കും ചുമത്തും. രജനിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. വിവാഹിതയായ പ്രജീഷ് ഒരേ സമയം തന്നെ അനിതയുമായും രജനിയുമായും അടുപ്പത്തിലായിരുന്നു. അനിതയെ ഒഴിവാക്കാൻ നോക്കിയിരുന്നെങ്കിലും അനിത ഗർഭിണിയായിരുന്നു. ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ രജനിയും പ്രജീഷും കൂടിച്ചേർന്നുകൊണ്ട് ഈ അനിതയെ കൊല്ലാനുള്ള കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ളൊരു പരിശ്രമം നടത്തിയത്. ഇതോടെയാണ് ഈ ഒരു കൊലപാതകം നടന്നത്. 2021 ജൂലൈ 9 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നാണ് ഈ കേസിൽ വിധി വരാൻ പോകുന്നത്.